ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ 7ാം ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. ഒരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വർക്ക് അല്ലെങ്കിൽ ബാറ്ററി ചെയ്യുന്ന വർക്ക് അതിനകത്തെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ആ വർക്ക് U is equal to half CV square അല്ലെങ്കിൽ half QB അല്ലെങ്കിൽ Q square by 2C. ഈ മാഗ്നിറ്റ്യൂഡിൽ കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള സ്പേസിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇത് നമുക്ക് ഒരു കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്ക് ഉള്ള എനർജി ഡെൻസിറ്റി, കഴിഞ്ഞ ദിവസം നമ്മൾ എനർജിയാണ് കണ്ടത്. ഇന്ന് നമുക്ക് ഒരു കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള എനർജി ഡെൻസിറ്റി എത്രയാണെന്ന് നമുക്ക് നോക്കാം. എനർജി ഡെൻസിറ്റി U ഇൻ എ ചാർജ്ഡ് കപ്പാസിറ്റർ. എന്താണ് എനർജി ഡെൻസിറ്റി? സാധാരണ ഡെൻസിറ്റി മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്, അല്ലെങ്കിൽ മാസ് പെർ യൂണിറ്റ് വോളിയം ആണ്. എന്താ എനർജി ഡെൻസിറ്റി? എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എനർജി പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ. കപ്പാസിറ്ററിന്റെ പ്ലേറ്റിനിടയ്ക്കുള്ള മീഡിയത്തിൽ അതിന്റെ യൂണിറ്റ് വോളിയത്തിൽ സ്റ്റോർ ചെയ്തേക്കുന്ന എനർജിയാണ് എനർജി ഡെൻസിറ്റി. യൂണിറ്റ് വോളിയത്തിലുള്ള എനർജി ഉണ്ടെങ്കിൽ എത്ര വോളിയത്തിലുള്ള എനർജി വേണേലും നമുക്ക് കണ്ടുപിടിക്കാം. എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എനർജി പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ മീഡിയം. കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള മീഡിയത്തിന്റെ യൂണിറ്റ് വോളിയത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയാണ് എനർജി ഡെൻസിറ്റി എന്ന് നമ്മൾ പറയുക. ഫോർ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ് ഈ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഫോർ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, കപ്പാസിറ്റിയുടെ ഫോർമുല നമുക്കറിയാം, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചാണ്. എത്രയാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റി? കപ്പാസിറ്റി C ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ D. ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിലായിരിക്കുന്നെങ്കിൽ C ഈസ് ഈക്വൽ ടു K എപ്സിലോൺ 0 A ബൈ D. K എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. C ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ D. എപ്സിലോൺ 0 നമുക്കറിയാം പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, A ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ്, D ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. D കുറഞ്ഞാൽ കപ്പാസിറ്റി കൂടും, A കൂടിയാലും കപ്പാസിറ്റി കൂടും. അപ്പോൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കേസിൽ അതിന്റെ കപ്പാസിറ്റി C ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 A ബൈ D. എന്തിനാണ് ഈ C എടുത്തേക്കുന്നത്? നമുക്ക് അതിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്ക് ഉണ്ടാകുന്ന എനർജി, സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി കണ്ടുപിടിക്കാം. എനർജി സ്റ്റോർഡ് ക്യാപിറ്റൽ U ഈസ് ഈക്വൽ ടു, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാ, കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി ക്യാപിറ്റൽ U ഈസ് ഈക്വൽ ടു ഹാഫ് CV സ്ക്വയർ. ഹാഫ് CV സ്ക്വയർ. അതിന് വേറെ രണ്ട് ഫോം കൂടെ ഉണ്ട്, Q സ്ക്വയർ ബൈ 2C, അങ്ങനെ വേണേലും എഴുതാം. Q ഈസ് ഈക്വൽ ടു CV, ഹാഫ് QV, അങ്ങനെ വേണേലും എഴുതാം. ഇപ്പൊ എനർജി സ്റ്റോർഡ് U ഈസ് ഈക്വൽ ടു ഹാഫ് CV സ്ക്വയർ. ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സിയുടെ വാല്യൂ എപ്സിലോൺ 0 A ബൈ D ആണ്. സിയുടെ വാല്യൂ എപ്സിലോൺ 0 A ബൈ D ആണ്, ഇൻറ്റു V സ്ക്വയർ. ഹാഫ് ഇൻറ്റു സിക്ക് പകരം എപ്സിലോൺ 0 A ബൈ D ഇൻറ്റു V സ്ക്വയർ. ഹാഫ് എപ്സിലോൺ 0 A ബൈ D ഇൻറ്റു V സ്ക്വയർ. അതാണ് എനർജി സ്റ്റോർഡ്. എനർജി സ്റ്റോർഡ് U ഈസ് ഈക്വൽ ടു ഹാഫ് CV സ്ക്വയർ. C എന്ന് പറയുന്നത് എപ്സിലോൺ 0 A ബൈ D, ഹാഫ് എപ്സിലോൺ 0 A ബൈ D ഇൻറ്റു V സ്ക്വയർ. വോളിയം ഓഫ് സ്പേസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, പ്ലേറ്റിനിടയ്ക്കുള്ള സ്പേസിന്റെ വോളിയം. പ്ലേറ്റിന്റെ ഏരിയ A ആണ്, പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള ദൂരം D ആണ്. അപ്പൊ ഏരിയ ഇൻറ്റു D, A ഇൻറ്റു D, അതാണ് വോളിയം. കപ്പാസിറ്ററിന്റെ മൊത്തം വോളിയം A ഇൻറ്റു D. അതിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന എനർജി ഹാഫ് എപ്സിലോൺ 0 A ബൈ D ഇൻറ്റു V സ്ക്വയർ. വോളിയം ഓഫ് ദ സ്പേസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഈക്വൽ ടു A ഇൻറ്റു D. അങ്ങനെയാണെങ്കിൽ നമുക്ക് എനർജി ഡെൻസിറ്റി കണ്ടുപിടിക്കാം. എനർജി ഡെൻസിറ്റി U സമം എനർജി സ്റ്റോർഡ് ഡിവൈഡ് ബൈ വോളിയം. എനർജി സ്റ്റോർഡ് U, ക്യാപിറ്റൽ U. എനർജി ഡെൻസിറ്റി സ്മോൾ ലെറ്റർ U ഈസ് ഈക്വൽ ടു എനർജി സ്റ്റോർഡ് ക്യാപിറ്റൽ U ഡിവൈഡഡ് ബൈ A ഇൻറ്റു D, വോളിയം. എനർജി ഡിവൈഡഡ് ബൈ വോളിയം. ക്യാപിറ്റൽ U നമ്മൾ മുകളിൽ കണ്ടു, ഹാഫ് എപ്സിലോൺ 0 A by D into V square.
half epsilon 0 a by d into v square divided by ad. അപ്പൊ നമുക്ക് കിട്ടും half epsilon 0 a by d into v square divided by ad. ഡിനോമിനേറ്ററിൽ വോളിയത്തിന്റെ ഡിയും വരുന്നുണ്ട്, എനർജി സ്റ്റോർഡിന്റെ ഡിയും വരുന്നുണ്ട്. അപ്പൊ അത് d സ്ക്വയർ ആയിട്ട് മാറും. half epsilon 0 a b square divided by ad. എങ്ങനെ വരും അത്? നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ യുവിന്റെ വാല്യൂ നമുക്കറിയാം. യുവിന്റെ വാല്യൂ ഹാഫ് എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി ഇൻറ്റു വി സ്ക്വയർ, അതാണ് യു, ഡിവൈഡഡ് ബൈ എ ഡി. എ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 1/ad കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടും ഹാഫ് epsilon 0 a b square divided by d. ഡിവൈഡ് ബൈ ad ആണ്, അത് ഡിവൈഡഡ് ബൈ ad ആണ്. ഡിവൈഡ് ബൈ ad ആകുമ്പോൾ എന്ത് ചെയ്യണം? തലയിടിച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ അത് 1/ad എന്ന് വരും. റിവേഴ്സ് എടുത്ത് ഗുണിക്കണം. ഹാഫ് epsilon 0 a by b square divided by d all divided by ad ആണ്. അപ്പൊ ഈ ad കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഇത് ad by 1 ആണ്, അതിന്റെ റിവേഴ്സ് എടുക്കണം. 1/ad കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ ഹാഫ് epsilon 0 a v സ്ക്വയർ ഡിവൈഡ് ബൈ d ഇൻറ്റു 1/ad എന്ന് വരും. അപ്പൊ ഈ ഡിയും ഈ ഡിയുടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ഈ d സ്ക്വയർ കിട്ടുന്നത്. അപ്പൊ നമുക്ക് കിട്ടും ഹാഫ് epsilon 0 a by v സ്ക്വയർ ഡിവൈഡഡ് ബൈ ad സ്ക്വയർ. ഇതില് എയും എയും ക്യാൻസൽ ആയി പോകും, എയും ക്യാൻസൽ ആയി പോകും. അതുപോലെ ബി ബൈ ഡി ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്. ബി ബൈ ഡി ഇലക്ട്രിക് ഫീൽഡ് ക്യാപിറ്റൽ ഇ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? യു ഇസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 ബി ബൈ ഡി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇ. അപ്പൊ ബി സ്ക്വയർ ബൈ ഡി സ്ക്വയർ എന്താവും? ക്യാപിറ്റൽ ഇ സ്ക്വയർ ആകും. യു ഇസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ എന്ന് വരും. Where E is equal to V by D, electric field between the plates. അപ്പൊ അതാണ് ഒരു കപ്പാസിറ്ററിന്റെ സ്പേസിനുള്ളിൽ സ്റ്റോർ ചെയ്തേക്കുന്ന എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി സ്മോൾ ലെറ്റർ യു ഇസ് ഈക്വൽ ടു എനർജി ക്യാപിറ്റൽ യു ബൈ വോളിയം എ ഡി ഹാഫ് എപ്സിലോൺ 0 എ വി സ്ക്വയർ ബൈ എ ഡി സ്ക്വയറിന് കിട്ടും. ഇപ്പൊ യു ഇസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 വി ബൈ ഡി എന്ന് പറഞ്ഞാൽ ഇ, അത് ഇ സ്ക്വയർ, ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. ഒരു കപ്പാസിറ്ററിന്റെ പ്ലേറ്റിനിടയ്ക്കുള്ള എനർജി ഡെൻസിറ്റി ഇത്രയാണ്. യു ഇസ് സ്മോൾ ലെറ്റർ യു ഇസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. വേർ ക്യാപിറ്റൽ ഇ ഇസ് ഈക്വൽ ടു ബി ബൈ ഡി. ക്യാപിറ്റൽ ഇ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ബി ബൈ ഡി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ. അപ്പൊ അതാണ് ഒരു കപ്പാസിറ്ററിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി പെർ യൂണിറ്റ് വോളിയം. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കേസിൽ കപ്പാസിറ്റി സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി. എനർജി ഹാഫ് സി വി സ്ക്വയർ, ഹാഫ് എപ്സിലോൺ 0 എ ബൈ ഡി വി സ്ക്വയർ. വോളിയം എ ഡി. എനർജി ഡെൻസിറ്റി യു ഇസ് ഈക്വൽ ടു എനർജി യു ഡിവൈഡഡ് ബൈ വോളിയം എ ഡി. എനർജി യു ഹാഫ് എപ്സിലോൺ 0 എ വി സ്ക്വയർ ബൈ ഡി ഡിവൈഡഡ് ബൈ എ ഡി എന്ന് പറയുമ്പോൾ ഹാഫ് എപ്സിലോൺ 0 എ വി സ്ക്വയർ ബൈ എ ഡി സ്ക്വയറിന് കിട്ടും. അപ്പം ഹാഫ് എപ്സിലോൺ 0 എയും ക്യാൻസൽ ആവും, ബി ബൈ ഡി ഇ. അപ്പം വി സ്ക്വയർ ബൈ ഡി സ്ക്വയർ ക്യാപിറ്റൽ ഇ സ്ക്വയർ എന്ന് വരും. യു ഇസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. ഇതിൽ ഇ ഇസ് ഈക്വൽ ടു ബി ബൈ ഡി ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ. അതാണ് എനർജി ഡെൻസിറ്റി ഇൻ ചാർജ്ഡ് കപ്പാസിറ്റർ. അടുത്തത് ലോസ് ഓഫ് എനർജി ഡ്യൂ ടു ചാർജ് ഷെയറിംഗ്. ചാർജ് ഷെയറിംഗ് കാരണം ഉണ്ടാകുന്ന എനർജിയുടെ ലോസ് എന്താണ്? രണ്ട് കണ്ടക്ടേഴ്സ് തമ്മിൽ ചാർജ് ഷെയർ ചെയ്യുമ്പോൾ അവിടെ എനർജി നഷ്ടം ഉണ്ടാകും. ആ എനർജി നഷ്ടം എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പം C1 കപ്പാസിറ്റി ഉള്ള ഒരു കണ്ടക്ടർ, അതിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ചാർജ് C1 V1 ആണ്. Q is equal to CV നമുക്കറിയാം. അതിലുള്ള ചാർജ് C1 V1 ആണ്. V1 പൊട്ടൻഷ്യലാണ് അതിരിക്കുന്നത്. അതില് ഉള്ള ചാർജ് C1 V1 ആണ്. ഇനി C2 കപ്പാസിറ്റി ഉള്ള മറ്റൊരു കണ്ടക്ടർ, അതിന്റെ പൊട്ടൻഷ്യൽ V2 ആണ്. അപ്പം അതിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ചാർജ് C2 V2.
ഒന്നില് C1 V1, അടുത്തതിൽ C2 V2. ആദ്യത്തേത് V1 പൊട്ടൻഷ്യൽ, അതുകൊണ്ട് അതിലുള്ള ചാർജ് C1 V1. രണ്ടാമത്തേത് V2 പൊട്ടൻഷ്യലില്, അതിലുള്ള ചാർജ് C2 V2. Two conductors of capacities C1 and C2 charged to the potentials V1 and V2. രണ്ട് കണ്ടക്ടേഴ്സിനെ C1നെ C2നെ V1 V2 പൊട്ടൻഷ്യൽസിലേക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവും എനർജി ബിഫോർ ഷെയറിങ്ങിന് മുമ്പുള്ള, ബിഫോർ എന്ന് പറഞ്ഞാൽ ഷെയറിങ്ങിന് മുമ്പുള്ള അർത്ഥം. അപ്പം ടോട്ടൽ എനർജി എത്രയായിരിക്കും? ഒന്നാമത്തെ എനർജി ഹാഫ് C1 V1 സ്ക്വയർ. ഒന്നാമത്തെ കണ്ടക്ടറിന്റെ സ്റ്റോർ ചെയ്തേക്കുന്ന എനർജി, ഇങ്ങനെ ചാർജ് ചെയ്യുന്ന കാരണം ഒന്നാമത്തെ കണ്ടക്ടറിൽ സ്റ്റോർ ചെയ്തേക്കുന്ന എനർജി ഹാഫ് C1 V1 സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ കണ്ടക്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി ഹാഫ് C2 V2 സ്ക്വയർ. ഹാഫ് C1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് C2 V2 സ്ക്വയർ. അതാണ് ടോട്ടൽ എനർജി. ഹാഫ് C1 V1 സ്ക്വയർ എന്ന് പറയുന്നത് ആദ്യത്തെ ടോട്ടൽ എനർജിയാണ്. ഹാഫ് C2 V2 സ്ക്വയർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ടോട്ടൽ എനർജിയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഈ കണ്ടക്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും? അവ രണ്ട് ചാർജ് ഷെയർ ചെയ്യും. എപ്പം വരെയാ ചാർജ് ഷെയർ ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ സെയിം ആകുന്നിടം വരെ. ഇപ്പം ആദ്യത്തെ പൊട്ടൻഷ്യൽ V1 ആണ്, അടുത്തതിന്റെ പൊട്ടൻഷ്യൽ V2 ആണ്. നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നു, രണ്ട് കണ്ടക്ടേഴ്സിനെയും കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്യുമ്പം അവ ചാർജ് ഷെയർ ചെയ്യുമ്പം അവയുടെ പൊട്ടൻഷ്യൽ ഈക്വൽ ആകും. അങ്ങനെ പൊട്ടൻഷ്യൽ കൂടിയതിൽ നിന്ന് പൊട്ടൻഷ്യൽ കുറഞ്ഞതിലേക്കാണ് ചാർജ് ഒഴുകുന്നത്. ചാർജ് എപ്പോഴും ഒഴുകുന്നത് പൊട്ടൻഷ്യൽ കൂടിയതിൽ നിന്ന് പൊട്ടൻഷ്യൽ കുറഞ്ഞ വസ്തുവിലേക്കാണ് ചാർജ് ഒഴുകുന്നത്. എപ്പോ വരെയാ ചാർജ് ഒഴുകുന്നത്? രണ്ടിന്റെയും പൊട്ടൻഷ്യൽ തുല്യമാകുന്നിടം വരെ. അതിന്റെ അർത്ഥം എന്നാ? ഈ രണ്ട് കണ്ടക്ടേഴ്സും ചാർജിനെ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അവയുടെ പൊട്ടൻഷ്യൽ സെയിം ആവും. പൊട്ടൻഷ്യൽ സെയിം ആയി കഴിഞ്ഞാൽ പിന്നെ ചാർജിന് ഷെയറിംഗ് ഇല്ല. അവയ്ക്ക് കിട്ടിയ ചാർജ് അവയിൽ തന്നെ ഇരിക്കത്തുള്ളൂ. അപ്പം ഒരു കോമൺ പൊട്ടൻഷ്യൽ V ഉണ്ടാകും. അവിടെ ഉണ്ടാകും. When they are connected by conducting wire, charge flows from the conductor at a higher potential to that at a lower potential. കൂടിയ പൊട്ടൻഷ്യൽ ഉള്ളിടത്തുനിന്ന് കുറഞ്ഞ പൊട്ടൻഷ്യൽ ഉള്ളിടത്തേക്ക് ചാർജ് ഫ്ലോ ചെയ്യും. എപ്പം വരെ? രണ്ടിന്റെയും പൊട്ടൻഷ്യൽ സെയിം ആകുന്നിടം വരെ. പൊട്ടൻഷ്യൽ സെയിം ആകുമ്പോൾ രണ്ടിലും ഒരേ ചാർജ് വേണമെന്നില്ല, വസ്തുക്കളുടെ സൈസ് അനുസരിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ കോമൺ പൊട്ടൻഷ്യൽ V is equal to C1 V1 plus C2 V2. C1 V1 plus C2 V2 അവയിൽ രണ്ടിലും ആദ്യം ഉണ്ടായിരുന്ന മൊത്തം ചാർജ്. C1 V1 ആദ്യത്തേനകത്തുണ്ടായിരുന്ന ചാർജ്, C2 V2 രണ്ടാമത്തേനകത്തുണ്ടായിരുന്ന ചാർജ്. ഷെയറിങ്ങിന് മുമ്പ് രണ്ടിലും ഉണ്ടായിരുന്ന ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ കപ്പാസിറ്റി. അതാണ് കോമൺ പൊട്ടൻഷ്യൽ. ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ കപ്പാസിറ്റി C1 plus C2. അപ്പൊ കോമൺ പൊട്ടൻഷ്യൽ V is equal to C1 V1 plus C2 V2 divided by C1 plus C2. C1 plus C2 into V. അത്രയാണ് ഷെയറിങ്ങിന് ശേഷം രണ്ടിലൂടെയുള്ള ചാർജ്. ഷെയറിങ്ങിന് ശേഷം ആദ്യത്തെ കപ്പാസിറ്ററിലുള്ള ചാർജ് എത്രയാണ്? ആദ്യത്തിനകത്തുള്ള ചാർജ് C1B. ആദ്യത്തെ കപ്പാസിറ്റർ C1B ചാർജ് ഉണ്ടാകും. രണ്ടാമത്തെ കപ്പാസിറ്റർ ഷെയറിങ്ങിന് ശേഷം എത്ര ഉണ്ടാകും? C2B. ടോട്ടൽ ചാർജ് എത്രയാ? C1B പ്ലസ് C2B. ഇറ്റ് ഈസ് ഈക്വൽ ടു C1 V1 പ്ലസ് C2 V2. ഷെയറിങ്ങിന് ശേഷമുള്ള ചാർജും ഷെയറിങ്ങിന് മുമ്പുള്ള ചാർജ് സെയിം ആയിരിക്കും. കാരണം മുമ്പുള്ള ചാർജ് ആണല്ലോ ഷെയർ ചെയ്യപ്പെടുന്നത്. അപ്പൊ C1B പ്ലസ് C2B ഈസ് ഈക്വൽ ടു C1 V1 പ്ലസ് C2 V2. ഈ രണ്ടെണ്ണം ഈക്വൽ ആയിരിക്കും. ഷെയറിങ്ങിന് മുമ്പുള്ള ഈ രണ്ട് ചാർജും C1 V1 പ്ലസ് C2 V2 ടോട്ടൽ ചാർജ്. ഷെയറിങ്ങിന് ശേഷമുള്ള ഈ രണ്ടൂടെ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. അങ്ങനെയാണ് ബിയുടെ ഫോർമുല വരുന്നത്. V is equal to C1 V1 plus C2 V2 divided by C1 plus C2. അപ്പൊ അങ്ങനെയാണ് ഷെയറിങ്ങിന് ശേഷമുള്ള ടോട്ടൽ എനർജി എത്രയാ? എനർജി ആഫ്റ്റർ ഷെയറിംഗ് ഹാഫ് C1 plus C2 into V square. ഹാഫ് CV സ്ക്വയർ തന്നെ. C എന്ന് പറയുന്നത് C1 plus C2. കണക്ടഡ് സിസ്റ്റം ആണ്. C1 plus C2 ടോട്ടൽ കപ്പാസിറ്റി ഇൻറ്റു കോമൺ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ V ആണ്, V സ്ക്വയർ. അപ്പൊ ഷെയറിങ്ങിന് ശേഷമുള്ള എനർജി ഈ സമം ഹാഫ് C1 plus C2 ഇൻറ്റു V സ്ക്വയർ. അത്രയാണ്. അപ്പൊ ഷെയറിങ്ങിന് മുമ്പ് ഹാഫ് C1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് C2 V2 സ്ക്വയർ ആയിരുന്നു എനർജി. ഷെയറിങ്ങിന് ശേഷം ഹാഫ് C1 plus C2 ഇൻറ്റു V സ്ക്വയർ ആണ് എനർജി. അങ്ങനെയാണെങ്കിൽ എനർജിയിൽ വന്ന വ്യത്യാസം എന്തായിരിക്കും? ഈ ലോസ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് E ആഫ്റ്റർ മൈനസ് E ബിഫോർ. ഷെയറിങ്ങിന് ശേഷമുള്ള എനർജി മൈനസ് ഷെയറിങ്ങിന് ശേഷം മുമ്പുള്ള എനർജി.
ഷെയറിങ്ങിന് ശേഷമുള്ള എനർജിയും ഷെയറിങ്ങിന് മുമ്പുള്ള എനർജിയും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും എനർജി ലോസ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ലോസ് ആയതുകൊണ്ട് ഒരു മൈനസ് വരും, അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് ഇട്ടേക്കുന്നത്. അപ്പൊ ഈ ആഫ്റ്റർ ഹാഫ് C1 പ്ലസ് C2 ഇൻറ്റു V സ്ക്വയർ മൈനസ് ഈ ബിഫോർ ഹാഫ് C1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് C2 V2 സ്ക്വയർ, ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ദ ലോസ് ഓഫ് എനർജി ഡ്യൂ ടു ഷെയറിംഗ്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എഴുതി കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഈ ലോസ് ഈസ് ഈക്വൽ ടു എനർജി ലോസ്, ഈ ലോസ് ഈസ് ഈക്വൽ ടു ഹാഫ് C1 C2 ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ഹോൾ സ്ക്വയർ, ഇങ്ങനെ കിട്ടും. ഈ ലോസ് ഈസ് ഈക്വൽ ടു ഈ ആഫ്റ്റർ മൈനസ് ഈ ബിഫോർ ആണ്. അപ്പൊ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഹാഫ് C1 C2 ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ഹോൾ സ്ക്വയർ. എനർജി ലോസ്, ഈ ലോസ് ഈസ് ഈക്വൽ ടു ഹാഫ് C1 C2 ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ഹോൾ സ്ക്വയർ. എനർജി ലോസ് ഇത് പ്രോബ്ലം ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എക്സാമിന് പ്രോബ്ലം ആയിട്ട് ഇത് ചോദിച്ചിട്ടുണ്ട്. കണ്ടക്ടേഴ്സിന്റെ C1ഉം V1ഉം C2ഉം V2 ഒക്കെ നമുക്ക് തരും. കോമൺ പൊട്ടൻഷ്യൽ C1 V1 പ്ലസ് C2 V2 ബൈ C1 പ്ലസ് C2 അത് കണ്ടുപിടിക്കണം. പിന്നെ എനർജി ലോസും കണ്ടുപിടിക്കണം. ഹാഫ് C1 C2 ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ഹോൾ സ്ക്വയർ. രണ്ടാമത്തെ ചാപ്റ്റർ ഏകദേശം ഇവിടെ അവസാനിക്കുന്നു. ഇനി വാൻഡി ഗ്രാഫ് ജനറേറ്റർ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ആണുള്ളത്. അത് CBSEയുടെ സിലബസിൽ നോക്കിയപ്പോൾ കാണാനില്ല. എന്തെങ്കിലും അത് ഉണ്ട് എന്ന് തോന്നുവാണെങ്കിൽ അത് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് എടുത്ത് തരുന്നതായിരിക്കും.